الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أن عندنا ذكرا من الأولين. 168 ആയത്ത് സൂറത്ത് സാഫാത്ത്. തൊട്ട് മുമ്പുള്ള ചർച്ചകളൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ബാക്കി ഭാഗം കൂടി ഓർക്കുക. മലക്കളെ സംബന്ധിച്ചുള്ള പരാമർശമായിരുന്നല്ലോ. അങ്ങനെ മലക്കളെ സംബന്ധിച്ച പരാമർശം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. ലൗ അന്ന അന്തന, മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവോട് പ്രവാചകനോട് തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനസ്സിലാക്കുക, അത് സർവ്വസ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇഷ്ടത്തിന്, നമ്മളൊക്കെ തന്നെ അങ്ങനെ തന്നെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയണേ അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളാണെങ്കിലോ പാരമ്പര്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് പോന്നിട്ടുള്ളവരുമാണ്. അതിന് ഈ കാലം വരെ ആയിട്ട് ആരും നിഷേധിച്ചിട്ടില്ല. പൂർവികന്മാരെ ആളുകൾക്ക് അങ്ങനെ ചെയ്ത് പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ വേറൊരാൾ പുതിയതിപ്പോൾ ഒരാൾ വന്നു കണ്ട് പറയാം അങ്ങനെയല്ല, അത് ശരിയില്ല, അതൊക്കെ നിങ്ങൾ ചെയ്യില്ല, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോഴേ എന്താണ് ഒരാൾക്കില്ല തുഹബ്ബു നാസിഹീൻ എന്നാണ്. ഉപദേശിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നമ്മളൊക്കെ സ്വഭാവം അങ്ങനെ തന്നെ. ഒരാളിപ്പോൾ നമ്മളാന്ന് ഉപദേശിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. കാരണം നമ്മുടെ മനസ്സങ്ങനെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല ആളുകളെയും ഉപദേശിക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മൾ പലരും ഉപദേശിക്കും, അങ്ങനെ ചെയ്യണം ഒക്കെ നമ്മൾ പറയും, അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ. പക്ഷെ നമ്മളാരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാലോ അങ്ങനെയല്ല ഇങ്ങനെ അത് നമുക്ക് ഇഷ്ടമല്ല. സ്വാഭാവികം മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യമാണിത്, തർക്കം നടത്തുക. അങ്ങനെ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ആര്? അവിടെ നബിസ്വല്ലല്ലാഹു സദസ്സിൻ്റെ പ്രബോധകന്മാരായിരുന്നു മുശ്രിക്കീങ്ങൾ, മക്കയുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. മറ്റൊന്ന് മദീനത്ത് ഉണ്ടായിരുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇവരൊക്കെ രണ്ട് സെക്ഷനാണത്. ഒന്ന് ഇസ്ഹാഖ് നബി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ ഉള്ള ആളുകൾ, ജൂത ക്രിസ്ത്യാനികൾ. മറ്റൊന്ന് ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾ, സന്താന പരമ്പരയിലുള്ള ആൾ, മക്കത്തുള്ളവർ. അപ്പോൾ പ്രവാചകന്മാരൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത്, ഒന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ശേഷം വന്നിട്ടുള്ള മുഴുവൻ ഇസ്ഹാഖ് നബി ഇസ്ലാമിൻ്റെ പരമ്പരയിലൂടെയാണ്. മുഹമ്മദ് ആണെങ്കിലോ ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മക്കയിലുള്ള ആളുകൾ, മുസ്ലിങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, പൂർവികന്മാരായി ആളുകൾ, അവരെ പൂർവികന്മാർ അങ്ങോട്ട് എത്തുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് എത്തുന്നുണ്ട്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിലേക്ക് എത്തുന്നത്. ഇവരോ ജൂത ക്രിസ്ത്യാനി, അവർ എത്തുന്നത് എങ്ങോട്ടാണ്? ഇസ്ഹാഖ് നബി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലേക്ക് അങ്ങോട്ടാണ് എത്തുന്നത്. അപ്പോൾ അവർ പറയുക, അതായത് അങ്ങനെ നിങ്ങൾ കേൾക്കുക, മുസ്ലിങ്ങൾ പറയുക, എല്ലാവരും മുസ്ലിങ്ങളെ അവരുടെ വാദം, ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദം. ലൗ അന്ന ഇൻദന ദിക്റ മിനൽ അവ്വലീൻ, പൂർവികന്മാരിൽ നിന്നുള്ള ഒരു ഉത്ബോധനം, ഒരു ഗ്രന്ഥം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അത് വിശ്വസിക്കുമായിരുന്നു, ഞങ്ങളത് പറഞ്ഞ് ജീവിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കുക. ലൗ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ദിക്റൻ, ഉത്ബോധനം ഉണ്ടായിരുന്നെങ്കിൽ മിനൽ അവ്വലീൻ, പൂർവികന്മാരിൽ നിന്ന് പാരമ്പര്യമായിട്ട്. ഇപ്പോൾ ജൂതന്മാർക്ക് ഉണ്ട് തൗറാത്തുണ്ട്, മറ്റേ ക്രിസ്ത്യാനികൾക്ക് ഇഞ്ചീലുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും എന്ത് ചെയ്യുമായിരുന്നു, ലകുന്ന ഇബാദുല്ലാഹിൽ മുഖ്ലിസീൻ, ഞങ്ങൾ ആകുമായിരുന്നു അള്ളാഹുവിൻ്റെ മുഖ്ലിസീങ്ങളായ അടിയാന്മാരാകുമായിരുന്നു. ഇന്ന് വാദമുള്ളവരാണ് ആര്? ഈ മുശ്രിക്കീങ്ങൾ. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ നിന്ന് തന്നെ അവർക്ക് പ്രവാചകനായി വന്നപ്പോഴേ ഫകഫറൂ ബിഹി, അതുകൊണ്ട് ഓർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫകഫറൂ ബിഹി,
അവരെന്ത് ചെയ്യുന്നു, അതിലാണ് വിശ്വസിച്ചു. പരിശുദ്ധ ഖുർആനെ അവരവിച്ചു. അവരിൽ നിന്ന് തന്നെ അവർക്ക് പ്രവാചകർ വന്നു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഗ്രന്ഥവുമായി വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ ഗ്രന്ഥത്തെയും പരിശുദ്ധ ഖുർആനിനെയും എന്ത് ചെയ്തു, അവർ നിഷേധിച്ചു. അപ്പോൾ അള്ളാഹു തആല മറുപടി, ഫസൗഫ യഅലമൂൻ, എന്നാൽ പിന്നീട് അവർ അറിയുക തന്നെ ചെയ്യും. മരണാനന്തര ജീവിതത്തിൽ അവർക്കുള്ള പരലോക ശിക്ഷയിൽ അവർക്ക് എന്തുണ്ട് കരുതി വച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇവരുടെ ഈ ഇത്തരം സംഭാഷണങ്ങൾക്ക് സത്യം വന്നു, പ്രവാചനം വന്നു, അവർ വിശ്വസിച്ചില്ല. അത് ജൂത ക്രിസ്ത്യാനികളും ഇതുണ്ട്, അവരും അങ്ങനെ തന്നെയുള്ള ആളുകൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർക്ക് അറിയാമായിരുന്നു. ഇതുമാതിരി സ്വന്തം മക്കളെ അറിയുന്ന രൂപത്തിൽ അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരും, പരിശുദ്ധ ഖുർആനുമായി വരും എന്നുള്ള കാര്യം അവർക്കറിയാമല്ലോ. ഗ്രന്ഥങ്ങളുണ്ട്, തൗറാത്തിൽ ഉണ്ട്, ഇഞ്ചീലിലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോഴോ സ്വന്തം മക്കളെ അറിയാവുന്ന പോലെ അവർക്ക് അറിയാമായിരുന്നു എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞപ്പോൾ അവർ വിശ്വസിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ്, സ്വതന്ത്രമായി സർവ്വസ്വതന്ത്രമായി എല്ലാം നമുക്ക് കൂട്ടി യോജിക്കുമ്പോൾ, നമ്മളെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ സർവ്വസ്വാതന്ത്ര്യമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെ എതിരായും കൊണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ വലക്കില്ല ദുഹ്ബുനാസീൻ ഖുർആൻ നമുക്ക് കാണാം പല ചരിത്രം നോക്കുമ്പോൾ. അപ്പോൾ അതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആയിക്കൂടാ, അതൊരു പിശാചിൻ്റെ ദുസ്വഭാവങ്ങളാണ്. നമുക്കും അങ്ങനെ ആയിക്കൂടാ. മനസ്സ് ശരിയാണോ ചിന്തിക്കുക, ആലോചിക്കുക, ശരിയാണോ അല്ലേ, നമുക്ക് അപ്പോൾ വേണ്ട മറുപടി പറയണ്ട. പല ആളുകളെയും നമുക്കിന്ന് അയൽമുള്ള ആളുകളുണ്ടല്ലോ രാജ്യത്ത്. നമ്മളെ പഴയ മാതിരിയല്ല. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മഴയില്ലാത്ത ഒരു രാജ്യം പോലെയായിരുന്നു നമ്മളെ രാജ്യം. നമ്മളെ ജനങ്ങളൊക്കെ തന്നെ ഇതേപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇതേപോലെ നമ്മൾക്ക് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രന്ഥങ്ങൾ, പ്രിൻറ്റിങ് പ്രസ്സുകൾ, അതേപോലെ തന്നെ ഖുർആന്, അതേപോലെ ഹദീസുകളൊന്നും ഇതേപോലത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇൽമിന് വേണ്ടിയിട്ട്, ഒരു അറിവിന് വേണ്ടിയിട്ട് അവർ പ്രയാസകരമായ അവസ്ഥയിലായിരുന്നു. വരണ്ട മാതിരി. ഇപ്പോൾ വേണ്ട വരണ്ട സന്ദർഭത്തിൽ നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര പ്രയാസപ്പെടും എന്ന മാതിരി ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. പിന്നീട് എന്ത് ചെയ്തു, ഗ്രന്ഥങ്ങളിലൂടെ അത് ചെറിയ ചെറിയ വ്യത്യാസം വന്നു. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളെ ജീവിച്ച കാലഘട്ടത്തിൽ ഇപ്പോൾ മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്തല്ല, നമ്മളെ വീട്ടിൽ വെള്ളമില്ല ഇന്ന പോലെയാണ്. കാരണം നമ്മളെല്ലാ നിലക്കുള്ള ഗ്രന്ഥങ്ങൾ നമ്മളുണ്ട്, നമ്മുടെ മൊബൈൽ നമ്മൾ കൈവച്ചിട്ടുണ്ട്, ഇഷ്ടാനുസരണം പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അധികം ആളുകളും മഴ നല്ല വർഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ഇറങ്ങിയാൽ തോടും പൂളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ വീട്ടിൽ നിന്നില്ല, വെള്ളമില്ല. എന്താ പോലെയാണ് നമ്മളെ അവസ്ഥ. നമ്മൾ അത് ശേഖരിച്ചു കൊണ്ടുവന്ന് നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് വെക്കണ്ടേ. എന്ന പോലെ തന്നെ നമ്മൾ എന്ത് വേണം, നമുക്ക് ഇൽമ നമ്മൾ തേടണം, നമ്മൾ പരിശോധിക്കണം. ആരെങ്കിലും എന്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞത് അത് ശരിയാണോ അല്ലേ എന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ എതിർക്കാൻ. അത് സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഉപദേശം നമ്മൾ സ്വീകരിക്കണം. പിശാച് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശത്രുവാണ്. അവനെന്ത് ചെയ്യുന്നു, നമ്മുടെ ധിക്കാര മനസ്സോടുകൂടി അത് എന്ത് തള്ളിക്കളയാനാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവനെ പിൻപറ്റി നമ്മൾ തള്ളിക്കളഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഉപദേശം തള്ളിക്കളഞ്ഞാൽ നമുക്കത് ആഫത്തായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. കാര്യം പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുവാൻ അല്ലാഹു മാറാകട്ടെ. പരിശുദ്ധിയായ ഹദീസ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സംബന്ധിച്ചുള്ള ഹദീസാണ്. നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന യഖറഉ, അന്ന റസൂൽ നിശ്ചയം പറയുന്നില്ല, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖറഉ, പാരായണം ചെയ്യുമായിരുന്നു, ഫി സ്വലാത്തിൽ ഗദാത്തി, സുബ്ഹി നമസ്കാരത്തിൽ, മിൻ 60 ഇലാ 100, അതായത് നമസ്കാരങ്ങൾ എത്രയാണ് പാരായണം ചെയ്യേണ്ടത് എന്നുള്ള കണക്ക് ധാരാളം ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ എല്ലാം കൂടി ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ സുബഹി മുതൽ നമുക്ക് തുടങ്ങാം കേട്ടോ. സുബഹിയിൽ എത്രയാണ് പാരായണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരറിവാണ്. എന്ന് കം ഖാൻ അഖർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി എന്നാണ് മുകളിലുള്ള ഹെഡിങ്. അതിന് താഴെയാണ് എന്ത് ചെയ്തത്. അപ്പോൾ സുബഹി മുതൽ ഇശാ വരെ നമസ്കാരങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കുറേ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ഞങ്ങൾ പറയുന്നില്ല. ഇന്ന് ബാക്കി നാളെ ളുഹറിനെ സംബന്ധിച്ച് നാളെ അങ്ങനെ നമുക്ക് പോകാം. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് താഴെയുള്ള ഹദീസാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൻ അഖറഉ, പാരായണം ചെയ്യുമായിരുന്നു, ഫി സ്വലാത്തിൽ ഗദാത്തി, സുബഹി നമസ്കാരം. അതാണ് സുബഹി, അറിയാമല്ലോ. സ്വലാത്തി മീൻ 60 ഇലാ 100, ഒരു ആവറേജ് ആണ് കേട്ടോ, ഗ്രൂപ്പാണ് ഈ പറയേണ്ടത്. 60 ആയത്ത് മുതൽ
100 ആയത്ത് വരെ. അപ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, 60 ആയത്തിനും 30 ആയത്ത് ഒരു സൂറത്ത്, 30 ആയത്തിൻ്റെ ഒരു സൂറത്ത്, അപ്പോൾ 60 ആയത്തായി. അതില്ലെങ്കിൽ 50 ആയത്തിൻ്റെ ഒരു സൂറത്ത്, പിന്നെ 50 ആയത്തിൻ്റെ ഒരു സൂറത്ത്, അപ്പോൾ എന്തായി 100 ആയത്തായി. ഇങ്ങനെ ഒരു മീഡിയം വർത്താനമായി പറയുന്നത്. ഇത്രയും ആയത്തുകൾ, അപ്പോൾ അത്രയും സമയം ഇന്ന് നമസ്കരിച്ചിരുന്നു എന്ന് ഓർക്കുക. 100 ആയത്തുകൾ ഓതണമെങ്കിൽ ഓർക്കുക എത്ര സമയം വേണ്ടി വരും. ചുരുങ്ങിയത് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഒരു ചുരുങ്ങിയത് 100 ആയത്ത് ഓതെങ്കിൽ അരമണിക്കൂറെങ്കിലും വേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും സമയം വരെ മീഡിയമാണ് പറഞ്ഞത്. അത് കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ട്, കുറവ് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം ഓർക്കുക. ഓരോ വക്തുകൾക്കും ഒരാളിപ്പോൾ അരമണിക്കൂറൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷേപിക്കാതിരിക്കുക. അത് മീഡിയമാണ്. ആ കാരണത്താൽ എന്ത് ചെയ്യുന്നു, പല ആക്ഷേപം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ദീർഘിച്ചു പോകുന്നു. 5 മിനിറ്റ് നിസ്കരിച്ച് തീർക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ആളുകളുടെ ധ്വനി. അതെന്ത് ചെയ്യണ്ട, നമ്മൾ ചെവിക്കൊള്ളണ്ട. നമ്മൾ എന്ത് ചെയ്യണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയുണ്ട്. ആ കാര്യം ഓർക്കുക. നബി സഹാബത്ത് ചോദിച്ച മാർഗം അതേതാണ് പരിശോധിക്കുക, അത് ഉൾക്കൊള്ളുക. എന്നിട്ട് ആ ഇൽമ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുക. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി എനിക്ക് മാറാകട്ടെ. ആമീൻ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان عليك البلاغ لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ഞങ്ങൾ രോഗികളുണ്ട്, ഞങ്ങൾ വീട്ടുകളിൽ രോഗികളുണ്ട്, ആശുപത്രിയിൽ രോഗികളുണ്ട്. ഞങ്ങൾക്കും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനൊക്കെ പല ആളുകളും എന്ത് ചെയ്യുന്നു, രോഗത്തിലാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അത്തരം കാര്യം അവർക്കും ഞങ്ങൾക്കൊക്കെ തന്നെ അല്ലാഹുവേ ദുആ തൗസീയത്തിനും ഞങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങൾ രോഗങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങൾ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇന്നോടല്ല മറ്റാരും പ്രാർത്ഥിക്കുവാനല്ല, ദുആ ചെയ്യല്ലേ. ഞങ്ങൾ മരിച്ചവർ ദോർക്കുന്നവരല്ല, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നവരല്ല. അതൊക്കെ മുശ്രിക്കാണ് മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ ദുആകളൊക്കെ നിനക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ദുആക്ക് നീ ഉത്തരം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾ അസ്ഥാനത്ത് ഞങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നവരല്ല. നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തൂല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേരാത്തതുകൊണ്ടാണ്. എന്നാലും ഖുതുബയ്ക്ക് ശേഷം ഇമാം പ്രാർത്ഥിക്കുകയും പ്രഭാഷണത്തിന് ശേഷം പ്രാർത്ഥിക്കുകയും ആമീൻ പറയുന്ന സമ്പ്രദായം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തമ്പുരാനെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടായി മലക്കുകൾ ഹാജരായ ഈ പള്ളിയിൽ വെച്ചുള്ള ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകിയാണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആന ഇന്നക സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.